ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗോവയിലുള്ള ബിർള മന്ദിർ വിസിറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇവിടെ വിസിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. എന്നാലും ഞങ്ങൾക്കത് കൺഫേം ആയിരുന്നില്ല. പിന്നെ അവിടെ പോകുമ്പോൾ സെക്യൂരിറ്റി ഒക്കെ കാണുമ്പോൾ പറയുന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ നടന്നു പോകുന്നതാണ് മന്ദിറിലേക്കുള്ള റോഡ്. ഇതിന് മുകളിലായിട്ട് കാണുന്നത് ഹൈവേ ആണ്. ഹൈവേന്ന് മന്ദിറിലേക്ക് നല്ല വ്യൂ ആണ് ഉണ്ടാവുക. മാത്രമല്ല രാത്രിയിൽ നല്ല ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ വഴി പോകുന്ന സമയത്ത് നമുക്ക് എന്നും ഈ മന്ദിർ കാണാൻ പറ്റും. അപ്പോൾ അന്നൊക്കെ ദൂരെ നിന്ന് കാണുന്ന ആ ഒരു വലിയ മനോഹരമായിട്ടുള്ള വലിയൊരു മന്ദിർ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചതാണ്. ഇത് മുകളിലൂടെ ഒരുപാട് ജെറ്റുകൾ പോകുന്നുണ്ട്. എയർപോർട്ട് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ മന്ദിറിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ ജസ്റ്റ് കടന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയാത്ത രീതിയിൽ അവിടെ കുറച്ച് സമയം നിന്നു. അപ്പോൾ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു, ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. അപ്പോൾ മന്ദിറിൽ കയറുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വിഷയമാവാറുണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും പോസിബിൾ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ഞങ്ങൾ കയറിയിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ വരുന്ന സ്ഥലങ്ങളിലാണെങ്കിലും പോകുന്ന ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഫുൾ രണ്ട് സൈഡിലും ഗാർഡനാണ്. പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഗാർഡനാണ് കാണാൻ പറ്റുക. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിപ്പോൾ രാത്രി കൂടി ആയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആംബിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഗാർഡൻ ആർട്ടിഫിഷ്യൽ അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നല്ല ലൈറ്റായിരിക്കും കേട്ടോ. ഈ രാത്രിയിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഹൈവേ എന്നൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നൊരു മന്ദിരാണിത്. ഈ ലൈറ്റുകളൊക്കെ ഒരു 9:30-10 മണിയൊക്കെ ആവുന്ന സമയത്ത് ഓഫാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച കിട്ടൂല, ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റില്ല അവിടെ നിന്ന്. ഇപ്പോൾ ഇതാ മന്ദിറിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. 2 കെട്ടിടമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഇതൊരു ചെറിയൊരു കെട്ടിടം ഇവിടെയുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടുള്ള മന്ദിർ കുറച്ച് ദൂരമായിട്ട് കാണുന്നതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ സ്റ്റെപ്പുകളാണ് കാണുന്നത്. ഇതിന് മുമ്പായിട്ടും കുറേ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് പിന്നെ നടന്നു പോകാനായിട്ടുള്ള ഒരു ഫ്ലോർ അങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എങ്കിലും അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് മാർബിൾ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. തൂണുകളാണെങ്കിലും ഹോളായിട്ടുള്ള വാളുകളാണെങ്കിലൊക്കെ മാർബിളാണ് പണിതിട്ടുള്ളത്. ഇതിനകത്ത് കാണുന്ന എല്ലാ വർക്കുകളും മാർബിൾ കൊണ്ടുള്ളതാണ്. അതുപോലെ മുകളിലുള്ളതും സൈഡിൽ വരുന്ന വാളുകളാണെങ്കിലും എല്ലാം മാർബിൾ കൊണ്ടുള്ള ഡിസൈനുകളാണ് കാണുന്നത്. അതിമനോഹരമായ ഈ ഡിസൈനുകളെല്ലാം വളരെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടെ കാണുന്ന ഗാർഡനോട് ചേർന്നിട്ട് ഒരു നടന്നു പോകാനുള്ള വഴിയുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. നേരത്തെ കയറി വന്ന വഴിയായിരുന്നു ഇതിൻ്റെ മെയിൻ എക്സസ്. അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട് ചെറിയൊരു വഴിയും കൂടി ഉണ്ട്. അതാണിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.